In the wee hours of July 30th, Mepadi, one of the popular destinations in Wayanad, was hit by multiple landslides. It affected mainly three villages, Mundakkai, Attamala, and Churalmala, killing over 300 people. Within a few hours, the Mepadi Community Health Center, about 14 kilometers from Churalmala, had received 95 bodies for postmortem. Another 60 were recovered from Chalia River in Pothukallu in neighboring Malappuram district, about 95 kilometers from Churalmala. Over the next few days, search teams comprising police, army, NDRF, local volunteers, sniffer dogs, and rows of earth movers found hundreds of bodies, of which most were dismembered. കൃത്യം 1:30-ക്കാണ് ഈ ഒരു സംഭവം ഞങ്ങൾ അറിയുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാൾ ജ്യേഷ്ഠനെ വിളിച്ചു പറഞ്ഞു. ആ ജ്യേഷ്ഠൻ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടി എടുത്ത് നേരെ ചൂരൽമല ടൗണിൽ വന്നു. ചൂരൽമല ടൗണിൽ വന്നപ്പോൾ നമ്മളെ ചിത്രം ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് ടൗണിൽ. നമ്മൾ പഴയ ഒരു മുഖമല്ല ടൗണിൻ്റേത്. അങ്ങനെ ടൗണിൽ ഭയങ്കര അലർച്ച കേൾക്കുന്നുണ്ട്. ടൗണിൻ്റെ ഇടത് സൈഡിൽ നിന്ന് ഭയങ്കര അലർച്ച കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കടകളുടെ ബാക്ക് സൈഡിലേക്ക് പോയി. അങ്ങനെ ബാക്ക് സൈഡിൽ പോയി ഒരു ടെറസിൻ്റെ മേലെ ഒരു ഫാമിലി കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവരെ രക്ഷിച്ചു, പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു 2 പേരും കൂടെ മിസ്സിങ് ഉണ്ട്, അവരെയും കൂടെ നിങ്ങളത് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് തന്നെ ജീവന് ഭീഷണിയാവുന്ന രൂപത്തിലാണ് അവിടുത്തെ സിറ്റുവേഷൻ. കാരണം ഇത്രയ്ക്ക് എൻ്റെ അരയ്ക്ക് മേളിൽ താന്നു പോയിരുന്നു. അപ്പോൾ കൂടുതലുള്ളവർ പറഞ്ഞു നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് സേഫ് അല്ല, നമുക്ക് തിരിക്കാം, മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നേരം വെളുത്തതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, തിരിച്ചു പോന്നു. തിരിച്ച് നേരെ ഞങ്ങൾ സ്കൂൾ ഭാഗത്തേക്ക് വന്നു. സ്കൂളിൽ അവിടെ വന്നപ്പോൾ ഒരു കരച്ചിൽ കേട്ടു. ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങി. അങ്ങനെ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസാണ് തോന്നുന്നു, 2 പേരുണ്ടായിരുന്നു. അങ്ങനെ 2 പേരെ രക്ഷിച്ച് പുറത്ത് കൊണ്ടുവന്ന ശേഷമാണ് അവർ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, അവരെയും കൂടെ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കരാട്ടെ മാഷ് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു എല്ലാവരും ഒന്നും സംസാരിക്കാതിരിക്കും, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും എന്നെ നിശബ്ദമായി നിൽക്കുന്ന സമയത്ത് ഈ അടുത്ത 2ാമതുള്ള ഉരുൾ പൊട്ടി വരുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് ഓടിയിട്ട് പള്ളിയുടെ മേലെ കയറി. എല്ലാവരും പള്ളിക്കുന്നിലേക്ക് കയറി. This is not the first time Wayanad was hit by a landslide. In 2019, a deadly landslide hit Puthumala, nearly 2 kilometers away from Churalmala, and killed over 17 people. In 1984, a landslide hit Mundakkai and killed over 14 people. Locals also here remember a lot of other landslides that didn't grab limelight just because it didn't claim any lives. Kerala, especially Wayanad, is used to heavy rains, recording 2,322 mm of rainfall on average during the southwest and northeast monsoon. Lakkidi, Vaithiri and Mepadi are the district's high rainfall areas, with annual rainfall here ranging from 3,000 to 4,000 mm. But this time, Mepadi received over half of its yearly rainfall in July alone. What do you think triggered the Wayanad landslide? Actually, the Wayanad landslide is because of the torrential rainfall that are being happening for the last several days. Say, for example, in the last few weeks, especially in the last 2 weeks of July, the Wayanad average rainfall in Wayanad was per day, it was almost 150 millimeters. And in the 2 days before the incident, that is exactly on the 28th and 29th, the average rainfall of this region, especially the Kalpata, Mepadi, Mundakkai region, it was measured as 250 millimeters more. And the water holding capacity, see the soil types, when we think about the soil types in this Mundakkai and Churalmala regions, we can see that it is the laterite, especially the black colored soil. Erratic rainfall combined with hilly areas scattered across the district makes Wayanad extremely vulnerable to landslides. A report by the Wayanad-based Hume Center shows that northern, western and southern Wayanad, comprising 21% of the total land, are highly prone to landslides. This region comprises 12 of the 23 panchayats, including Tirunelli, Tavinyal, Tondarnad,
വെള്ളമുണ്ട, പടിഞ്ഞാറത്തറ, തരിയോട്, പൊഴുതന, വൈത്തിരി, മേപ്പാടി, മൂപ്പിനാട്, നൂൽപ്പുഴ and parts of Sultan Batheri. But the Wayanad landslide is not an isolated incident. A surge in greenhouse gases and subsequent effects of climate change raised the temperature of the Indian Ocean by 1.2 degrees Celsius between 1950 and 2020, affecting the southwest monsoon. As a result, Kerala, wedged between the Western Ghats and Arabian Sea, receives intense rainfall in July instead of steady rainfall from June onwards. The entire state of Kerala saw abnormally high rainfall from 1st to 30 August 2018, leading to floods in 13 of its 14 districts. Floods that year claimed at least 450 lives and caused economic losses to the tune of over 24,000 crores. A report by the Kerala State Disaster Management Authority reveals that 10 districts reported as many as 341 major landslides in 2018, with Idukki alone accounting for 143 of them. Kerala government identifies Wayanad, Kozhikode, Kasaragod, Palakkad, Alappuzha, Idukki, Kannur, Malappuram and Kollam districts as highly vulnerable to climate change and natural disasters such as landslides. Especially for Kerala, if we look at the exact population density, it would come around 860 per square kilometers. And almost all the same thing is happening over here in Mundakai and Churammala regions, where the only difference is that here the people who are working in the tea and cardamom estates of Mundakai region are residing over there. And this the highest of the population density that makes this disaster, to which this number of death toll, increase in the death toll is because of this highest of the population density. That is of no doubt. And it is because of this population explosion or the population density that makes this event furthermore drastic and dangerous. The disaster has also brought the recommendations made by the Gadgil Committee report, which was once opposed by the state, back to the limelight. The Gadgil Commission report submitted to the centre in 2011 classified 15 taluks in Kerala as ecologically sensitive zone 1, 2 as ecologically sensitive zone 2 and 8 as ecologically sensitive zone 3. Wayanad was tagged as an environmentally sensitive locality, while Vaithiri Taluk, including Mepadi Panchayat, an ecologically sensitive zone 1. The report recommended stringent measures for all ecologically sensitive zones, including a ban on new hill station, stringent tourism norms, and rigorous approval process for new construction. For areas demarcated as ecologically sensitive zone 1, it suggested prohibiting change in land use form from forest to non-forest or agricultural to non-agricultural, with an exception for agricultural to forest or extension of a settlement to accommodate the increase in local population. The Gadgil Commission report also suggested phasing out the use of weedicides within 5 years and banning monoculture plantations of exotics like eucalyptus, while replacing existing plantations of such exotics with endemic species or allowing areas that were originally grassland to revert. In 2013, the K. Kasturirangan-led 10-member high-level working group 2 recommended vulnerable regions as ecologically sensitive areas, but it sought to bring only 37% of the Western Ghats under ESA zones, as opposed to nearly 65% as recommended by the Gadgil Committee. Situated in the foothills of Vellarimala, the region had over 1,000 families who were mostly dependent on plantation works and tourism-related activities. The disaster wiped out the most underprivileged in the society. The people here are now concerned about their future and livelihood. കാരണം ജനിച്ചു വളർന്ന നാട്, ഇത്രയും സുന്ദരമായ നാട് ഇനി എവിടെ പോയിട്ടുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള അഭിപ്രായമായിരിക്കും. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഇത് തന്നെയായിരിക്കും എൻ്റെ നാട്ടിലുള്ള എല്ലാവരുടെ അഭിപ്രായം. ജനിച്ച് വളർന്ന നാടും മണ്ണും വിട്ടു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ നാട് വിട്ട് ഞാൻ പോവില്ല. ഇത് തന്നെയായിരിക്കും എൻ്റെ നാട്ടുകാർ പലരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും പറയാനുണ്ടാവുക. What we should look for the future of these regions is that most of these small villages which are located in the mountain slopes, people are living in a very vulnerable condition. And what we have to do is to either we have to relocate these people from very critical locations into a safer place with a proper planning and support to villages,
And or in other way, it is whether it is possible to build shelters, which is a certainly safer area where people can move when there is a warning for landslides and all that. They can safely move to these kind of shelters. So this model has been tried in Orissa after the cyclone. So many of the locations in Wayanad are highly susceptible to landslides, including the Kuruchirmala, Melmuri region and Kapikalam and the slopes of many other mountains. So if we could build such shelters in those areas, whenever there is a warning, people will happily move to those locations. So one of the reasons that people don't move basically because they think that they are comfortable in their home and to go to a particular place outside their home. So decision making is very important. So it is important that we provide all these facilities to local people. At the same time, if possible, we have to relocate people from these areas in advance through some schemes. Wayanad disaster underlines the need for an effective administration that wakes up quickly to disaster warnings. It also underlines the need for a policy to mitigate such disasters in the future, a system that understands the climate change and also understands the vulnerability of the region.